SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു 45 മിനിറ്റിൻ്റെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഏരിയാസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയ്ക്ക് നമ്മൾ കോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പേപ്പർ 1 അതുപോലെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ദ ലേറ്റർ ചൈൽഡ്ഹുഡ്? ഓപ്ഷൻ എ സംസാരിക്കാൻ പഠിക്കുന്നത്, ലേണിംഗ് ടു ടോക്ക്. ഓപ്ഷൻ ബി സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്. ഓപ്ഷൻ സി കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്, ലേണിംഗ് ടു ഗെറ്റ് എലോങ് വിത്ത് ഏജ് മേറ്റ്സ്. ഓപ്ഷൻ ഡി വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികൾ സ്വായത്തമാക്കുന്നത്, ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അന്ത്യബാല്യത്തിൽ അഥവാ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, പ്രകടമാകാത്ത വികാസ പ്രവൃത്തിയാണ്. അതേതാണ്? അത് ഓപ്ഷൻ എ ആണ്, സംസാരിക്കാൻ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? സംസാരിക്കാൻ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതും ഏതാണ്? അതൊരിക്കലും ലേറ്റർ ചൈൽഡ്ഹുഡിലല്ല വരുന്നത്, അത് കുറച്ചുകൂടെ മുന്നേ വരുന്നൊരു സംഭവമാണ് അല്ലേ, സംസാരിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ സംഭവിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മുന്നേയും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് പോകാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ്. അപ്പോൾ ആദ്യ സ്റ്റേജ് പ്രീനാറ്റൽ പീരീഡാണ്. ഓക്കെ, ഏതാണ് പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്? ഗർഭകാലത്തെ ആ ഒരു സമയത്തിനെയാണ് നമ്മൾ പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പ്രീനാറ്റൽ പീരീഡിനെ തന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജെർമിനൽ പീരീഡ് ഫ്രം കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് 2nd വീക്ക്. ഓക്കെ, അപ്പം ഗർഭം ഉണ്ടായത് മുതൽ 2 ആഴ്ച വരെയാണ് ജെർമിനൽ പീരീഡ്. നെക്സ്റ്റ് എംബ്രിയോണിക് പീരീഡാണ് ഫ്രം ദ എൻഡ് ഓഫ് 2nd വീക്ക് ടു ദ എൻഡ് ഓഫ് 2nd മന്ത്, 2 വീക്ക് മുതൽ 2 മാസം വരെയുള്ള ആ ഒരു കാലഘട്ടം. ദെൻ ഫ്യൂറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഫ്രം ദ എൻഡ് ഓഫ് 2nd മന്ത് അണ്ടിൽ ബർത്ത്. ഓക്കെ, അപ്പോൾ 2 മാസം മുതൽ ജനനം വരെയുള്ള ആ ഒരു സമയമാണ് ഫ്യൂട്ടൽ പീരീഡായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ഇൻഫാൻസി. ഇൻഫാൻസി എന്ന് പറയുമ്പോൾ ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ്, നമ്മുടെ ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള ആ ഒരു സമയമാണ് ഇൻഫാൻസി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ബോയ്സ് ഗ്രോ ഫാസ്റ്റർ ദാൻ ഗേൾസ്. ഓക്കെ, ഗേൾസിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആരായിരിക്കും വളർച്ചയിൽ മുന്നിലുണ്ടാവുന്നത്? അത് ബോയ്സ് ആണ്. അതുപോലെ ദേ ഇൻക്രീസ്, എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ബോയ്സ് ആയിരിക്കും പെട്ടെന്ന് വളരുന്നത് എന്ന്, ഗേൾസിനേക്കാൾ കൂടുതൽ വളർച്ച ബോയ്സിനാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണെങ്കിൽ ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഡിസ്ഗസ്റ്റ്, ഫിയർ, അഫെക്ഷൻ എക്സെട്ര ആർ ഡെവലപ്ഡ്. ആ ഒരു സമയത്ത് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ചൈൽഡ് ഈസ് ഏബിൾ ടു പെർഫോം ഓൾ ഫങ്ഷൻസ് ലൈക്ക് സീയിങ്, ഹിയറിംഗ്, ടേസ്റ്റിംഗ്, സ്മെല്ലിംഗ്, ടച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാണുക, കേൾക്കുക, സ്മെല്ല് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത് മദർ ഇസ് ദ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സോഷ്യലൈസർ. ഓക്കെ, അപ്പം മദറാണ് ഏറ്റവും വലിയ സോഷ്യലൈസറായിട്ട് പറയുന്നത്. അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ഫ്രം ബർത്ത് ക്രൈ. ഓക്കെ, അപ്പം കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? അത് ഇൻഫാൻസിയിലാണ്. ഓക്കെ, 10 months ഓൾഡ് ചൈൽഡ് ഈസ് ഏബിൾ ടു യൂസ് ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ 1 വേർഡ്. ബൈ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ യൂസസ് 3 or 4 വേർഡ്സ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫാൻസിയിലാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് എന്ന രൂപത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡാണ്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് പ്രീ സ്കൂൾ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് പ്രീ സ്കൂൾ ഏജ് ആയിട്ട് പറയുന്നത്. റിഫേർഡ് ആസ് ടോ ഏജ്, പ്രോബ്ലം ഏജ്, പ്രീ ഗ്യാങ് ഏജ്. ഓക്കെ, ടോ ഏജ് കളിപ്പാട്ടങ്ങളുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ കാലഘട്ടം അല്ലെങ്കിൽ പ്രീ ഗ്യാങ് ഏജ് എന്ന
ഏർലി ചൈൽഡ്ഹുഡ് പ്രീ സ്കൂൾ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. ഓക്കെ, ടോ ഏജ്, പ്രോബ്ലം ഏജ്, പ്രീ ഗ്യാങ് ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രധാന ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റുകളാണ് കുട്ടി ജമ്പ് ചെയ്യാൻ പഠിക്കുന്നു, വോക്ക് ചെയ്യാൻ പഠിക്കുന്നു, ചാടുന്നു, ഓടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലിമ്പിംഗ് ഒക്കെ പഠിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത് ഇമോഷണൽ ബിഹേവിയർ ഈസ് ഫർദർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഷെയിം, ആങ്സൈറ്റി, എൻവി, ഹോപ്പ്, ഡിസപ്പോയിൻമെൻറ്റ്, അഫെക്ഷൻ ഫോർ പാരൻസ്, ഇങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സമയത്താണ്? ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിലാണ്. ഓക്കെ, അതായത് ഷെയിം, ആങ്സൈറ്റി, ഹോപ്പ്, പ്രതീക്ഷകൾ, അതുപോലെ തന്നെ പാരൻസിനോട് വല്ലാത്തൊരു അഫെക്ഷൻ, അടുപ്പമൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത് ചൈൽഡ് ലേൺസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ത്രൂ പ്ലേ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കുട്ടി റീഡിങ് അതുപോലെ എന്തൊക്കെ പഠിക്കുന്നു? റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഫാമിലി ഈസ് ദ പ്രൈമറി സോഷ്യൽ മീഡിയ. ഓക്കെ, കുട്ടിയുടെ പ്രധാനമായിട്ടുള്ള സോഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഫാമിലിയും അതുപോലെ തന്നെ നൈബർഹുഡും ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ വൊക്കാബുലറിയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നല്ലൊരു വളർച്ച ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, നെക്സ്റ്റ് ലേറ്റർ ചൈൽഡ്ഹുഡ് പ്രൈമറി സ്കൂൾ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ലേറ്റർ ചൈൽഡ്ഹുഡാണ് പ്രൈമറി സ്കൂൾ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു സമയമാണ് ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്യാങ് ഏജ്, ഓക്കെ, കളിക്കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ തന്നെ ഗ്യാങ് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഗ്യാങ്സിനുമായിട്ട് ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ ഒരു ഗ്യാങ് ഏജ്. അതുപോലെ ഏജ് ഓഫ് കൺഫോമിറ്റി, ലേറ്റൻസി പീരീഡ് എന്നീ പേരുകളിൽ ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നുണ്ട്. ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഏതാണ്? ഫസ്റ്റ് ടീത്ത് ആർ റീപ്ലേസ്ഡ് ബൈ പെർമനൻറ്റ് വൺ. ഓക്കെ, കുട്ടികളുടെ പല്ലുകളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റിൽ വരുന്നതിന് ബോൺസ് ബിക്കം ഹാർഡർ, ഹൈറ്റ്, വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത് ലേൺസ് ടു കൺട്രോൾ ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും എങ്ങനെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കുട്ടി പഠിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് പറയുന്നത് ഒബ്സർവേഷൻ, അറ്റൻഷൻ, റീസണിങ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, അതായത് നിരീക്ഷിക്കാനും കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും അതുപോലെ റീസണിങ്ങും യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അബ്സ്ട്രാക്റ്റ് കാണാത്തതിനെ കുറിച്ച് ചിന്തിക്കാനും കൂടെ കുട്ടികൾ പഠിക്കുന്നത് ഈ ഒരു സമയത്താണ്. ലേൺസ് ദ 3 R's റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്. ഓക്കെ, അരിത്മെറ്റിക് ഒക്കെ വരുന്നത് ഈ ഒരു ലൈറ്റ് ചൈൽഡ്ഹുഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് അഡോളസൻസ് പീരീഡാണ്. അഡോളസൻസ് പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അതിൻ്റെ ഒരു സമയം പറയുന്നത് 12 മുതൽ 19 വയസ്സ് വരെയാണ് അഡോളസൻസ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ. ഓക്കെ, ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഈ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും ഏതിലേക്കുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്? അഡൽട്ട്ഹുഡിലേക്കുള്ള. കുട്ടികളെ അഡോളസൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു കാലഘട്ടമായിട്ട് ഒരു ട്രാൻസിഷൻ പീരീഡാണ്, മാറ്റങ്ങളുടെ ഒരു സമയമാണ് അഡോളസൻസ് പീരീഡ്. ഇവിടെ പ്രധാനമായിട്ടും ആൺകുട്ടികളുടെ വോയിസ് കുറച്ചുകൂടെ എന്താവുന്നു? ഡീപ്പാവുന്നുണ്ട്. പെൺകുട്ടികളുടേതാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. ജെനിറ്റൽ ഓർഗൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു അഡോളസൻസ് പീരീഡിലാണെന്ന് മനസ്സിലാക്കുക. ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അതിന് ഏറ്റവും ഫൈനൽ ഫോമിലെത്തുന്നത് ഈ ഒരു സമയത്താണ്, അഡോളസൻസ് പീരീഡിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി. ഇവിടെ എന്താണ്? ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയാണ്. പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയാം. അതുപോലെ ഇൻറ്റൻസിറ്റിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇമോഷൻസ് ഫ്ലക്ച്വേറ്റ് വെരി ഫ്രീക്വൻലി ആൻഡ് ക്വിക്ക്ലി. ഓക്കെ, അതുപോലെ സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് പേഴ്സണൽ പ്രൈഡ് വിൽ ബി ടു സ്ട്രോങ് ഇൻ അഡോളസൻസ്. ഓക്കെ, സെൽഫ് കോൺഷ്യസ്നെസ്, അവരെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരോടുള്ള സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ പേഴ്സണൽ പ്രൈഡൊക്കെ എന്തായിരിക്കും ഏറ്റവും കൂടുതലാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് റീച്ചസ് ഇറ്റ്സ് ക്ലൈമാക്സിൽ എത്തുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, അബ്സ്ട്രാക്റ്റ് റീസണിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്താണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് അഡൽട്ട്ഹുഡാണ്. ഓക്കെ, ലോങ്സ്റ്റ് ഓഫ് ഓൾ സ്റ്റേജസ് എന്നറിയപ്പെടുന്നത് ഈ ഒരു അഡൽട്ട്ഹുഡാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഏരിയയാണ്. റീഅറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഫിസിയോളജിക്കൽ നീഡ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, ഓപ്ഷൻ ഡി. അതുപോലെ സെൽഫ് എസ്റ്റീം നീഡ്, സേഫ്റ്റി നീഡ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ എ തന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞിട്ടുള്ളത് ABCDE എന്നും, ഓപ്ഷൻ ബിയിൽ ADCBE എന്നും, ഓപ്ഷൻ സി DCBEA, ഡി വരുന്നത് ADCEB.
ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഏതാണൊരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ? ഇവിടെ കറക്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, ആദ്യം എ കൊടുക്കാം, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ഏറ്റവും ഉയർന്ന നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. നേരെ തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഓപ്ഷനിൽ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നുണ്ട്. അതുപോലെ അതിനുശേഷം ഏതാണ് വരുന്നത്? സെൽഫ് എസ്റ്റീം നീഡാണ്. പിന്നെ ഡി വരാം. ശേഷം സി ആണ് വരുന്നത്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആണ്. അതിനുശേഷം ഏതാണ്? അതിനുശേഷം സേഫ്റ്റി നീഡ്. ഏറ്റവും അവസാനം വരുന്നത് ഏതാണ്? ബി. ഓക്കെ, ഏതാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ഓർഡർ വെച്ച് നോക്കുമ്പോൾ അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. നേരെ തിരിച്ചും നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു താഴെ മുതൽ മുകളിലേക്ക് എന്ന ഓർഡറിലേക്ക് ബേസിക് നീഡിൽ നിന്ന് ഹയർ ഓർഡറിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Expand IEP in inclusive setup. Option A, individualized education program. Option B, individualized evaluation program. Option C, individualized education plan. Option D, individualized education portfolio. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് IEP. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് IEP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഫ്രം ദ ഫോളോയിങ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ യൂഷ്വലി ഹാവ്. ഓപ്ഷൻ എ, ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ. ഓപ്ഷൻ ബി, പുവർ ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ. ഓപ്ഷൻ ഡി, പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഓപ്ഷൻ എ ബി സി ഓൺലി. ഓപ്ഷൻ ബി എ ബി ഡി ഓൺലി. ഓപ്ഷൻ സി എ സി ഡി ഓൺലി. ഓപ്ഷൻ ഡി ബി സി ഡി ഓൺലി. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. സി ആണ് വരുന്നത്. എ സി ഡി ഓൺലി എന്നുള്ളതാണ്. ഏതാണ്? ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, അതുപോലെ പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ. ഓപ്ഷൻ ഡി. അതുപോലെ ഏതാണ്? പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ മേജർ ബെനിഫിറ്റ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. കറക്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്. ഓപ്ഷൻ ബി, ഇറ്റ് ക്രിയേറ്റ്സ് ആക്റ്റീവ് സ്റ്റുഡൻഷിപ്പ്. ഓപ്ഷൻ സി, ഇറ്റ് റെഡ്യൂസ് ആങ്സൈറ്റി. ഓപ്ഷൻ ഡി, ഇറ്റ് ക്രിയേറ്റ്സ് റീഡിംഗ് ഹാബിറ്റ്. കറക്റ്റ് ഓപ്ഷൻ എ, ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് എന്തിന് സഹായിക്കുന്നുണ്ട്? തിങ്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, select the person who stated adolescence is a period of stress and strain, storm and strife. Option A, Elizabeth Harlock. Option B, Erik Erikson. Option C, Piaget. Option D, Stanley Hall. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. സ്റ്റെയിൻലി ഹോൾ ആണ് അഡോളസൻസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ Major common problem during adolescence. Option A, anxiety disorder. Option B, daydreaming. Option C, egocentrism. Option D, identity crisis. Correct option D ആണ്. identity crisis ആണ്. Next question. PWD Act established in the year. Option A, 1993. Option B, 1994. Option C, 1995. Option D, 1996. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 1995 PWD ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ നെയിം ഹു പുട്ട് ഫോർവേഡഡ് ദ കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഓപ്ഷൻ എ, ഗാർഡ്നർ. ഓപ്ഷൻ ബി, ബ്രൂണർ. ഓപ്ഷൻ സി, പിയാഷെ. ഓപ്ഷൻ ഡി, ഒസ്തെബൽ. അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി, ഡേവിഡ് ഒസ്തെബൽ ആണ്. ഓക്കെ, ഡേവിഡ് ഒസ്തെബൽ ആണ് അഡ്വാൻസ് ഓർഗനൈസർ കൊണ്ടുവന്നത്. Next, one should have constant practice in what has once been learned. This indicates. Option A, law of readiness. Option B, law of disuse. Option C, law of use. Option D, law of effect. Correct option C ആണ്. law of use ആണ്. ഓക്കെ, law of use ആണ് ഈ പറഞ്ഞിട്ടുള്ളത്.
Next, as a teacher, what action will you take to help a student having speech defect? Option A, help the student by supplying the words the student is trying to say. Option B, give the student word drill on the words on which he or she stutters. Option C, ensure the help of the other students in correction process. Option D, provide special situations in which the student's confidence is built up. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽറ്റ് അപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻസ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് progressively including and maintaining exceptional students. Option B, clustering students with high achievement. Option C, clustering students with low achievement. Option D, none of this. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് മെയിൻ സ്ട്രീമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question. Counselor plays an active role in client's decision making by offering advice, guidance and recommendations. This type of counseling is known as option A, prescriptive counseling. Option B, permissive counseling. Option C, eclectic counseling. Option D, non-directive counseling. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഏതാണ്? പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ability to think about thinking is known as option A, systematic thinking. Option B, metacognitive thinking. Option C, abstract thinking. Option D, introspection. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. ഓക്കെ. നെക്സ്റ്റ്. അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ഓപ്ഷൻ എ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓപ്ഷൻ സി, ഇൻസൈറ്റ് ലേണിംഗ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ്. Association is made between a behavior and a consequence for that behavior. ഓക്കെ, ഒരു ബിഹേവിയറും അതിൻ്റെ ആ ഒരു ബിഹേവിയറിനുള്ള കോൺസിക്വൻസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഓപ്ഷൻ ഡി, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term need for achievement is coined by option A, McClelland. Option B, Kurt Lewin. Option C, Abraham Maslow. Option D, Henry Murray. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മുറേ ആണ് ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന ടേം ഫസ്റ്റായിട്ട് കോയിൻ ചെയ്തത്. നിങ്ങൾ മാറിപ്പോവരുത്, മക്ലെലാൻഡ് എഴുതരുത്. കറക്റ്റ് ഓപ്ഷൻ ഹെൻറി മുറേ ആണ് അങ്ങനെ ഒരു ടേം കൊണ്ടുവന്നത്. പക്ഷേ നീഡ് ഫോർ അച്ചീവ്മെൻറ്റുമായി ബന്ധപ്പെട്ട തിയറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് മക്ലെലാൻഡ് ആണ്. പക്ഷേ ഇവിടെ ടേം കൊണ്ടുവന്ന ആളെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹെൻറി മുറേ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്. താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് സൈക്കോളജി? ഓപ്ഷൻ എ, ഇൻട്രോസ്പെക്ഷൻ. ഓപ്ഷൻ ബി, നിരീക്ഷണം, ഒബ്സർവേഷൻ. ഓപ്ഷൻ സി, അഭിമുഖം, ഇൻ്റർവ്യൂ. ഓപ്ഷൻ ഡി, മനഃശാസ്ത്ര ശോധകങ്ങൾ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സൈക്കോളജി പഠിക്കുന്നതിൽ ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം ഏത്? വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി? ഓപ്ഷൻ എ, റിഗ്രഷൻ, പ്രതിഗമനം. ഓപ്ഷൻ ബി, പ്രൊജക്ഷൻ, പ്രക്ഷേപണം. ഓപ്ഷൻ സി, സബ്ലിമേഷൻ. ഓപ്ഷൻ ഡി, റിപ്രഷൻ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, സബ്ലിമേഷൻ ആണ്. ഓക്കെ, ഏത്? ഈ ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിനെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്ന് പറയുന്നത്? നമുക്കറിയാം സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ
റീഡയറക്റ്റിംഗ് ദ സോഷ്യലി അൺആക്സെപ്റ്റബിൾ ഡിസൈറബിൾ ചാനൽസ്. ഓക്കെ, അപ്പോൾ സൊസൈറ്റി അംഗീകരിക്കാത്ത നമ്മുടെ ചില ആഗ്രഹങ്ങളെയോ ഇഷ്ടങ്ങളെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടികളില്ലാതിരിക്കുക എന്നുള്ളത് സൊസൈറ്റിയിൽ എന്താണ് കുറച്ചുകൂടെ മോശമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിനെ ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ ആഗ്രഹത്തിന് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു അനാഥാലയത്തിലെയോ മറ്റോ കുട്ടികളെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇമ്പൾസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ലിമേറ്റഡ് ആസ് ക്രിയേറ്റീവ് എഫേർട്ട് ഇൻ അതർ ഫീൽഡ്, മറ്റുള്ള ഫീൽഡിലേക്ക് ക്രിയേറ്റീവ് എഫേർട്ടിലൂടെ നമ്മൾ അതിനെ എന്താണ് മാറ്റുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ടീച്ചർ ഹു ഡസൻ ഹാവ് ചിൽഡ്രൻ സബ്ലിമേറ്റ് ഹെർ ബൈ സപ്ലൈയിങ് ഫുഡ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ടു ദ പുവറസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ദ ക്ലാസ്. കുട്ടികളില്ലാത്തൊരു ടീച്ചർ ആ ക്ലാസ്സിലെ എന്താണ് പുവർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള റിപ്രഷൻ എന്താണ്, റിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അബോധ മനസ്സിലേക്ക് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതേസമയം സപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ വേദനാജനകമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നു. ഓക്കെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഏത് സപ്രഷൻ, നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സപ്രഷൻ. അപ്പോൾ റിപ്രഷൻ എന്താണ്, സപ്രഷൻ എന്താണ്, സബ്ലിമേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന ചൊല്ല് ഏറ്റവും കൂടുതൽ ശരിയായി വരുന്നത് ഏതിലാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തൻ്റെ ബോസ് ചൂടായതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ദേഷ്യം ഇവിടെ വന്ന് തീർക്കുന്നു, വീട്ടിൽ വന്നിട്ട് തീർക്കുന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ഡിഫൻസ് മെക്കാനിസമാണ്. പ്രൊജക്ഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ തെറ്റുകളെ അല്ലെങ്കിൽ നമ്മളെ കുറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ മേലെ കെട്ടിവെക്കുന്നു. ഓക്കെ, മറ്റൊരാളുടെ മേലെ കെട്ടിവെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം റേഷണലൈസേഷൻ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന തെറ്റുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ നൽകുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏതിൽ വരുന്നത്, റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും, നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോവുക. അതുപോലെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗേഷൻ എന്ന് പറയുമ്പോൾ നിഷേധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, തൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്കറിയാം, അയാൾ ആൽക്കഹോളിക് ആയതുകൊണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രൂപത്തിൽ നടിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒന്നിനെയാണ് എന്ത് പറയുന്നത്, നെഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഡിഫൻസ് മെക്കാനിസം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആളായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്, അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഏറ്റവും കുറവ് സൂക്ഷ്മ പേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഡിമാൻഡ് ദ ലീസ്റ്റ് ഫൈനർ മോട്ടോർ ആക്ടിവിറ്റീസ്? ഓപ്ഷൻ എ മിനുസമായ തറയിൽ വീണ മഞ്ചാടിക്കുരു പെറുക്കുന്നത്. ഓപ്ഷൻ ബി തറയിൽ വീണ സൂചി എടുക്കുന്നത്. ഓപ്ഷൻ സി പേന കൊണ്ട് എഴുതുന്നത്. ഓപ്ഷൻ ഡി ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തിരിക്കുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോവ്. ഓപ്ഷൻ ബി പഠനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം പിയാഷെ സോഷ്യോ കൾച്ചറൽ കണ്ടക്സ്റ്റ് ഓഫ് ലേണിംഗ് പിയാഷെ. ഓപ്ഷൻ സി റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വാട്സൺ. ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ബന്ദൂര. ശരിയായിട്ടുള്ളത് ആണ് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്, പാവ്ലോവ് ആണ്. ഹയർ ഓർഡർ കണ്ടീഷനിങ് ആരുടേതാണ്? അത് പാവ്ലോവിൻ്റേതാണ്. അതുപോലെ സോഷ്യോ കൾച്ചറൽ കണ്ടക്സ്റ്റ് ഓഫ് ലേണിംഗ് പറയുന്നത് പിയാഷെയാണോ? അല്ല. അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വരുന്നത് ആരതാണ്? അത് വാട്സൻ്റേതും അല്ല, അത് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. കണ്ടെത്തൽ പഠനം വരുന്നത് ആരാണ്? അത് ബ്രൂണറാണ്. ഡിസ്കവറി ലേണിംഗ് വരുന്നത് ബ്രൂണറാണ്. ബന്ദൂരയുടെ തിയറി ഏതായിരുന്നു? ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ആൽബർട്ട് ബന്ദൂര അഥവാ ഇമിറ്റേഷനെ കുറിച്ച് പറയുന്നതാണ് ബന്ദൂരയുടെ തിയറി. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. നെക്സ്റ്റ്, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം. ഫിയർ ക്യാൻ ബെസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ തിയറി ഓഫ്. ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി ഒബ്സർവേഷണൽ ലേണിംഗ് അഥവാ നിരീക്ഷണ പഠനം. ഓപ്ഷൻ സി ലേറ്റന്റ് ലേണിംഗ്. ഓപ്ഷൻ ഡി ഡിസ്കവറി ലേണിംഗ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഭയം വളരെ നന്നായിട്ട് വിശദീകരിക്കാൻ ഉപയുക്തമായിട്ടുള്ള സമീപനം അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്.
നെക്സ്റ്റ് ചോദ്യം, നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏത്? ഓപ്ഷൻ എ കേസ് സ്റ്റഡി, ഓപ്ഷൻ ബി ഇൻ്റർവ്യൂ, ഓപ്ഷൻ സി സർവേ, ഓപ്ഷൻ ഡി ഒബ്സർവേഷൻ. ഏതാണ് നല്ലത്? അത് ഓപ്ഷൻ എ ആണ്, കേസ് സ്റ്റഡിയാണ്. ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് കേസ് സ്റ്റഡിയാണ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഓപ്ഷൻ എ ഷാർപ്പൻ ദ മെമ്മറി ഓഫ് ലേണേഴ്സ്, ഓപ്ഷൻ ബി ഡിഫറൻഷിയേറ്റ് ന്യൂ ലേണിംഗ് ഫ്രം ഓൾഡ് ലേണിംഗ്, ഓപ്ഷൻ സി മേക്ക് ലേണേഴ്സ് തിങ്ക് അൺഡയറക്ഷണലി, ഓപ്ഷൻ ഡി ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ലേണിംഗ് എമംഗ് യങ് ലേണേഴ്സ്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ് ഫോർ ലേണേഴ്സ് എമംഗ് യങ് ലേണിംഗ് എമംഗ് യങ് ലേണേഴ്സ് എന്നുള്ളതാണ്. കുട്ടികളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ എന്ത് സഹായിക്കും? മോട്ടിവേഷൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓതേഴ്സ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ബിഹേവിയറൽ അപ്രോച്ച് ടു മോട്ടിവേഷൻ? ഓക്കെ, ബിഹേവിയറൽ അപ്രോച്ച്, വ്യവഹാരവുമായി ബന്ധപ്പെട്ട അഭിപ്രേരണ. ഓക്കെ, അപ്പോൾ ഇതിൽ വരാത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മാസ്ലോ, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി സ്കിന്നർ. ഓപ്ഷൻ എ മാസ്ലോ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഈ ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ബിഹേവിയറിസ്റ്റിക് ആസ്പെക്റ്റിൽ വരാത്ത ആൾ ആരാണ്? അത് മാസ്ലോ ആണ്. മാസ്ലോ ഏതിലാണ് വരുന്നത്? മാസ്ലോ ഹ്യൂമനിസ്റ്റിക് വ്യൂവിൽ വരുന്ന ആളാണ് മാസ്ലോ. മാനവികതാവാദിയാണ് മാസ്ലോ. അബ്രഹാം മാസ്ലോ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ് എന്ന പേരിൽ നമ്മൾ 5 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ആരുടെ തിയറിയാണ്? അത് അബ്രഹാം മാസ്ലോയുടെ തിയറിയാണ്. ഓക്കെ, മാസ്ലോയുടെ തിയറി ഓഫ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 5 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, നീഡ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യം വരുന്നത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. നെക്സ്റ്റ് സേഫ്റ്റി നീഡ്സ് ആണ്. പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സസ്, ഹെൽത്ത്, പ്രോപ്പർട്ടി ഒക്കെ വരുന്നത് സേഫ്റ്റി നീഡ്സിലാണ്. അതുപോലെ ലവ് ആൻഡ് ബിലോങ്ങിങ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ്റെ ആ ഒരു ഘട്ടമായിട്ട് പറയുന്നത് ഏതാണ്? ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന സ്റ്റേജാണ്. ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി, അതായത് സ്നേഹം, മറ്റുള്ളവരോടുള്ള അടുപ്പം, ഓക്കെ, സെൻസ് ഓഫ് കണക്ഷൻ, ഒരു ബന്ധമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് എസ്റ്റീം നീഡാണ്. റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം. ഓക്കെ, ഒരു റെസ്പെക്റ്റ് വരുന്നുണ്ട്, സെൽഫ് എസ്റ്റീം വരുന്നതൊക്കെ ഏതിലാണ്? ഈ ഒരു എസ്റ്റീം നീഡിലാണ്. ഓക്കെ, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഏറ്റവും അവസാനത്തെ ഇതാണ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആത്മമായിട്ടുള്ള, അതായത് സ്വയം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഡിസൈർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി, ഒരാൾക്ക് ആവാൻ പറ്റുന്ന അതിന് ഏറ്റവും ഹയർ ലെവലിൽ എത്തുക എന്നുള്ളതാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതുകൊണ്ട് മാസ്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. രണ്ടാമത് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ മൂന്നാമത് വരുന്നത് ഏതാണ്, നാലാമത് വരുന്നത് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഈ ഒരു ഭാഗം പഠിക്കുക. നെക്സ്റ്റ് ചോദ്യം, റീമ ഈസ് സ്ട്രഗ്ലിംഗ് ടു സോൾവ് എ പ്രോബ്ലം ഓഫ് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ്ലി. ദ ഇന്നർ ഫോഴ്സ് കമ്പലിംഗ് ഹർ ടു സെർച്ച് ഫോർ എ വേ ടു സോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ പെർസെപ്ഷൻ, ഓപ്ഷൻ ബി നീഡ്, ഓപ്ഷൻ സി മോട്ടീവ്, ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നീഡാണ് അല്ലേ, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഏതാണ്? നീഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നർ ഫോഴ്സ് കമ്പലിങ് ഹെർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവളെ കമ്പൽ ചെയ്യുന്ന, നിർബന്ധിക്കുന്ന ആ ഉള്ളിലുള്ള ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് നീഡ്. ഓക്കെ, ആ ഒരു പേരാണ് നീഡ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകളൊന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലനം, ഗുണനമായും വ്യാപകലനം, ഹരണമായും എപ്പോഴും മാറിപ്പോകുന്നുണ്ട്. തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ്? ഓപ്ഷൻ എ ഡിസ്ലക്ഷ്യ, ഓപ്ഷൻ ബി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ഡി ഡിസ്പ്രാക്ഷിയ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഡിസ്കാൽക്കുലിയ ആണ്. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നെക്സ്റ്റ്, ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഓപ്ഷൻ എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ന്യൂന പ്രബലനം, ഓപ്ഷൻ ബി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അധിക പ്രബലനം, ഓപ്ഷൻ സി സീറോ റീഇൻഫോഴ്സ്മെൻറ്റ്, ശൂന്യ പ്രബലനം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്.
കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ന്യൂന പ്രബലനമാണ് അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് അസ്വസ്ഥജനകരമായിട്ടുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നു, കുറേ സമയത്തേക്ക് നമ്മൾ പിൻവലിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതേസമയം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്? കുട്ടികളിൽ നിന്ന് നല്ലൊരു ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തൃപ്തികരമായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതിലൂടെയും എന്ത് ശക്തിപ്പെടാം, ഒരു ബിഹേവിയർ ശക്തിപ്പെടാം. അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആയാലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആയാലും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ബിഹേവിയറിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് എഫക്റ്റ്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി, ഫല നിയമമാണ്. ലോ ഓഫ് എഫക്റ്റ് ആണ് അല്ലേ? കുട്ടിയെ എന്ത് ചെയ്യുന്നു, മിഠായി നൽകിയിട്ട് അപ്പോൾ തന്നെ നല്ലൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നല്ലൊരു എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഏതിലാണ് വരുന്നത്? ഫല നിയമത്തിലാണ് വരുന്നത്. ഓക്കെ, തോണ്ടേക്കിൻ്റെ നിയമവുമായി തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളാണ് ലോ ഓഫ് എക്സസൈസ്, അതുപോലെ ലോ ഓഫ് എഫക്റ്റ്, അതുപോലെ ലോ ഓഫ് റെഡിനെസ്. ഓക്കെ, ആ 3 നിയമങ്ങളാണ് പ്രധാനമായിട്ടും തോണ്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ഫല നിയമം. ഓക്കെ, നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. 2, ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ഗ്രോത്ത് ഈസ് ദ ഓവറോൾ ചേഞ്ച് ഇൻ ആൻ ഓർഗാനിസം. ഗ്രോത്ത് ഈസ് എ ഫങ്ഷണൽ ചേഞ്ച്. വളർച്ച ഗുണാത്മകമാണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം എന്നുള്ളതാണ്. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായമേ ഉള്ളൂ. സത്യസന്ധനായ കുട്ടി. ആൽപോർട്ടിൻ്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തപ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? ഓക്കെ, ഒരു കുട്ടി ഹോണസ്റ്റ് ചൈൽഡ് ആണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഇത് ആൽപോർട്ടിൻ്റെ തിയറി അനുസരിച്ച് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സോഴ്സ് ട്രേറ്റ്, ഓപ്ഷൻ ബി സെക്കൻഡറി ട്രേറ്റ്, ഓപ്ഷൻ സി സെൻട്രൽ ട്രേറ്റ്, ഓപ്ഷൻ ഡി കാർഡിനൽ ട്രേറ്റ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാർഡിനൽ ട്രേറ്റ് ആണ്. ആൽപോർട്ടിൻ്റെ തിയറി അനുസരിച്ച് പ്രധാനമായിട്ടും 3 ട്രേറ്റുകളാണ് പറയുന്നത്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഈ കാർഡിനൽ ട്രേറ്റിലാണ് ഒരാളെക്കുറിച്ചുള്ള ആ മുഖ്യമായ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള സവിശേഷതകൾ വരുന്ന ഒന്നാണ് കാർഡിനൽ ട്രേറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ അഹിംസ എടുത്തു പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഹിംസ പറയുന്നു, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി വാദിച്ച ആൾ, അല്ലെങ്കിൽ മദർ തെരേസയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? അവരിൽ കാണുന്ന ആ പ്രമുഖമായ സവിശേഷതയാണ് നമ്മൾ അവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, അതാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരാളിൽ ഇതുപോലെ കാർഡിനൽ പോലെ അത്ര തന്നെ മുഖ്യമല്ലെങ്കിലും ഒരാളുടെ സ്വഭാവ സവിശേഷതയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് സെൻട്രൽ ട്രേറ്റ്. അതിലും എന്താണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരാം. ഓക്കെ, ഒരുപാട് സംഭവങ്ങൾ അതിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിൽ പെടുത്താറുണ്ട്, ഈ ഒരു സെൻട്രൽ ട്രേറ്റിൽ വരാറുണ്ട്. അതേസമയം സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ട്രേറ്റ്സ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ചിലർക്ക് എന്താണ്, ആ ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാനൊരു പ്രയാസം അനുഭവപ്പെടും. അപ്പം അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സ്വഭാവ സവിശേഷതയാണ് സെക്കൻഡറി ട്രേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? ഓപ്ഷൻ എ സ്പെസിഫിക് ഫാക്ടർ ഓൺലി, ഓപ്ഷൻ ബി ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ, ഓപ്ഷൻ സി ജനറൽ ഫാക്ടർ ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്.
കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എന്നുള്ളതാണ്. ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എന്നുള്ളതാണ് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നത്? ഓപ്ഷൻ എ ലോ ഓഫ് സിമിലാരിറ്റി, ഓപ്ഷൻ ബി ലോ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ഡി ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ലോ ഓഫ് ക്ലോഷർ ആണ് അല്ലേ? ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ ആണ് കറക്റ്റ്. ഓക്കെ, ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ട 4 നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ലോ ഓഫ് ക്ലോഷർ ആണ്. ഈ പൂർണ്ണമല്ലാത്ത വരകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. അങ്ങനെ കാണുന്നതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് സിമിലാരിറ്റി എന്താണ്? സിമിലർ ആയിട്ടുള്ളതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതാണ് സാമ്യതാ നിയമം. സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി, അടുത്തടുത്തുള്ളതിനെ ഒരു കൂട്ടമായിട്ട് കാണാൻ ശ്രമിക്കുന്നതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ ആണ്. നെക്സ്റ്റ്, എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വികാസ ഘട്ടത്തിന് നൽകിയിട്ടുള്ള പേര് എന്താണ്? ഇൻ ദ സൈക്കോസോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് എറിക് എറിക്സൺ, the name for the developmental stage of 6 to 12 years age is ഓപ്ഷൻ എ വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓപ്ഷൻ ബി സ്വാശ്രയത്വം വേഴ്സസ് ജാള്യത, ഓട്ടോണമി വേഴ്സസ് ക്ഷേമ, ഓപ്ഷൻ ബി മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഓപ്ഷൻ ഡി ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. നെക്സ്റ്റ്, സവിശേഷ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? ഓപ്ഷൻ എ സിമ്പിൾ ആക്ടിവിറ്റീസ്, എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ബി പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ, ഡിഫിക്കൽട്ട് ആക്ടിവിറ്റീസ്, ഓപ്ഷൻ സി കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ, എൻറിച്ച്ഡ് ആൻഡ് ചാലഞ്ച്ഡ് ആക്ടിവിറ്റീസ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എൻറിച്ച്ഡ് ആൻഡ് ചാലഞ്ച്ഡ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ആദ്യ ചോദ്യം, വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഹൗ ഡിഡ് വൈഗോട്സ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ ചോദന പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം, ഡെവലപ്മെൻറ്റ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ്. ഓപ്ഷൻ ബി കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികസനം. Intellectual development is the result of experiences of children in terms of social and cultural context. ഓപ്ഷൻ സി വികാസം പാരമ്പര്യമായി മുൻപേ നിർണ്ണയിക്കപ്പെട്ടതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ജനറ്റിക്കലി പ്രീഡിറ്റർമൈൻഡ്. ഓപ്ഷൻ ഡി ശാരീരിക പക്വത ആർജിക്കുന്നതിൻ്റെ ഫലമാണ് വികസനം. ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികസനം എന്നാണ് വൈഗോട്സ്കി അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ തിയറി പറയുന്നത്. ഓക്കെ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിനാണ് വൈഗോട്സ്കി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ തിയറി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ ഒരു പ്രധാന ഘടകം എ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അഡോളസെൻറ്റ് ഈസ്. ഓപ്ഷൻ എ ഫോമിംഗ് ഗ്യാങ്സ്, ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്നു. ഓപ്ഷൻ ബി സാമൂഹിക നിലവാരം കാത്തുസൂക്ഷിക്കുന്നു, മെയിൻറ്റെയിനിങ് സോഷ്യൽ സ്റ്റാറ്റസ്. ഓപ്ഷൻ സി സൗഹൃദ ബന്ധങ്ങളെ നിരാകരിക്കൽ, ഡിനയൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഓപ്ഷൻ ഡി സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. കറക്റ്റ് ഓപ്ഷൻ
ഓപ്ഷൻ ഡി ആണ് മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. ഓക്കെ, കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിലെ ഒരു പ്രധാന ഘടകം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് പിയർ ഗ്രൂപ്പിനാണ്, അവരുടെ സമപ്രായക്കാർക്കാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നാക്കം പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പരിഹാരബോധനം നൽകുക. ഓപ്ഷൻ ബി സഹപാഠികൾ വഴിയുള്ള പഠനം അവലംബിക്കുക. ഓപ്ഷൻ സി മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ അവഗണിക്കുക. ഓപ്ഷൻ ഡി അധ്യാപന വേഗത കൂട്ടി അവൻ്റെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. ഇവിടെ ഏറ്റവും നല്ല മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പ്രൊവൈഡ് റെമഡിയൽ ടീച്ചിങ് ആണ്. ഓക്കെ, ഒരു കുട്ടിക്ക് നമ്മുടെ ആ വിഷയത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? റെമഡിയൽ ടീച്ചിങ് അഥവാ പരിഹാര ബോധനം നൽകണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാരാ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങൾ നൽകിയും ഉൾക്കൊള്ളിക്കുന്ന രീതി. ഡിസേബിൾഡ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ബീങ് പ്ലേസ്ഡ് ഇൻ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിറ്റിംഗ്സ് വിത്ത് സം അഡാപ്റ്റേഷൻസ് ആൻഡ് റിസോഴ്സസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സെഗ്രിഗേഷൻ മാറ്റി നിർത്തൽ. ഓപ്ഷൻ ബി ഇൻക്ലൂഷൻ ഉൾക്കൊള്ളിക്കൽ. ഓപ്ഷൻ സി ആക്സസിബിലിറ്റി പ്രാപ്യമാക്കൽ. ഓപ്ഷൻ ഡി ഇൻറ്റഗ്രേഷൻ. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്, ഇൻക്ലൂഷനാണ്. ഇൻക്ലൂഷനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഉൾക്കൊള്ളിക്കലാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്? ഒവിഡ് ഡിക്രോളിയാണ്. ഓക്കെ, ഒവിഡ് ഡിക്രോളിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. കറുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? A child bitten by a white dog is not afraid of black dogs. This is an example of ചോദക സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി ചോദകത്തിന് പകരം വയ്ക്കൽ. ഓപ്ഷൻ സി ചോദക വേർതിരിവ്. ഓപ്ഷൻ ഡി ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്. സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഓപ്ഷൻ ഡി സ്പോണ്ടേനിയസ് റിക്കവറി. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ്. രണ്ട് സ്റ്റിമുലസിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് വരുന്നത്? ചോദക വേർതിരിവാണ്. ഓക്കെ, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട തിയറിയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ചില ലോസാണ് ഇത് ഈ പറഞ്ഞവയൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. ഓപ്ഷൻ എ കേസ് സ്റ്റഡി. ഓപ്ഷൻ ബി MMPI. ഓപ്ഷൻ സി ടാറ്റ്. ഓപ്ഷൻ ഡി ക്വസ്റ്റ്യനെയർ. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ടാറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ടാറ്റ് ആണ് കറക്റ്റ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് കറക്റ്റ്. പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ഇനി പറയുന്നത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ്. നെക്സ്റ്റ്, തേർഡ് പേഴ്സൺ ടെക്നിക്സ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലെ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, ഏതാണ്? ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ ബെസ്റ്റ് നോൺ ആൻഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഈസ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റിലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അതുപോലെ ഇൻ്റലിജൻസ് ടെസ്റ്റുകളും കൃത്യമായിട്ട്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. അതുപോലെയുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകളും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു, അവനെ എന്തു പറയാം? ഓപ്ഷൻ എ മാറ്റി നിർത്തപ്പെട്ടവൻ, ഐസൊലേറ്റ്. ഓപ്ഷൻ ബി തിരസ്കരിക്കപ്പെട്ടവൻ, റിജക്റ്റ്. ഓപ്ഷൻ സി ക്ലിക്ക്. ഓപ്ഷൻ ഡി സ്റ്റാർ. കറക്റ്റ് ഓപ്ഷൻ സ്റ്റാർ ആണ്. സോഷ്യോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി സ്റ്റാർ ആണ് വരുന്നത്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആളാരാണ്? അത് സ്റ്റാർ ആണ്. ഓക്കെ, സ്റ്റാർ ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, അതുപോലെ ഐസൊലേറ്റ് ഉണ്ട്. എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്നവരെയാണ് നമ്മൾ ഐസൊലേറ്റ് ആയിട്ട്, ആരും സെലക്ട് ചെയ്യാത്ത ഒരാൾ, അയാളാണ് ഐസൊലേറ്റ്. ഓക്കെ, മ്യൂച്വൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ജെൽ മൊറീനോയാണ് സോഷ്യോമെട്രി കൊണ്ടുവന്നത്. നെക്സ്റ്റ്, കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ
താഴെ പറയുന്ന ഉപാധികളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല തന്ത്രം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പെർഫോമൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ സി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഓക്കെ, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, പഠന പ്രശ്നങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല അസസ്മെൻറ്റ് ടെക്നിക്ക് അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ എ അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി ഡേവിഡ് മക്ലെലാൻഡ്, ഓപ്ഷൻ ഡി ഇ.എൽ. തോണ്ടേക്ക്. കറക്റ്റ് ഓപ്ഷൻ സി ഡേവിഡ് മക്ലെലാൻഡ് ആണ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി കൊണ്ടുവന്നത് ഡേവിഡ് മക്ലെലാൻഡ് ആണ്. നെക്സ്റ്റ്, വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ റോജേഴ്സ്, വില്യാർഡ് ആൽപോർട്ട്, അബ്രഹാം മാസ്ലോ, ആർ.ബി. കാറ്റൽ. Person's subjective thoughts and stands are given much importance in the person-centered theory. Okay, this theory was proposed by, അതായത് പേഴ്സൺ സബ്ജക്റ്റീവ് തോട്ട്സിനും അതുപോലെ സ്റ്റാൻഡ്സിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പേഴ്സൺ സെൻറ്റേർഡ് തിയറിയാണ്. അപ്പോൾ ഇത് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് വരാറുണ്ട്. സോ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പം